ഹലോ, സിമ്പിളായിട്ട് ഈസി ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അടികട്ടിയുള്ള പാത്രം വെച്ചു, അതിനകത്തോട്ട് ആവശ്യത്തിന് നെയ്യ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തോട്ട് ബിരിയാണി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി ഇല ഇടുമ്പോൾ പ്രത്യേക ഒരു മണത്തിന് വേണ്ടിയാണ് ആദ്യമേ ബിരിയാണി ഇല ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിനകത്തോട്ട് തന്നെ പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം എല്ലാ സാധനങ്ങളും നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വഴലാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്തു. ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിന് തൈര് ആവശ്യമാണ്. തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല. ഇതിനകത്ത് ജസ്റ്റ് ബിരിയാണി മസാല മാത്രമാണ് കേട്ടോ ഞാൻ യൂസ് ആക്കുന്നത്. അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ബിരിയാണി മസാല ആഡ് ചെയ്തു. ബിരിയാണി മസാല ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൈര് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ജസ്റ്റ് ആ ബിരിയാണി മസാലയുടെ മണം ഒന്ന് പച്ചക്കുത്തൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ചിക്കൻ ചെറിയ പീസായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ചെറിയ പീസാണ് ഇഷ്ടം, അതുകൊണ്ട് ചെറിയ പീസാക്കി ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ചിക്കനും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഈ ചിക്കൻ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുപോലെ നമ്മുടെ തൈരിൻ്റെ ആ പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ വേവാൻ വെക്കാം. ഇത് അടച്ച് വെച്ച് ചിക്കൻ നന്നായിട്ട് വേവിക്കുക. ചിക്കൻ വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഹാഫ് ബോയിൽ ചെയ്ത് അരി ഇതിനകത്തോട്ട് ഇടുന്നത്. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. ചോറിനകത്ത് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിരിയാണി ഇല എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ തിളപ്പിച്ച് ഊറ്റിയെടുത്ത ചോറാണ്. അതും കൂടി ഇട്ട് കൊടുത്തു, അടച്ചു വെച്ചു. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം കൂടെ റോസ്റ്റ് ചെയ്ത് ഇടുന്നുണ്ട്. സവാള റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് അടച്ചു വെക്കുന്നു. പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ ഈ ബിരിയാണി വെച്ചേക്കുന്നത്. അപ്പോൾ അടിക്ക് പിടിക്കില്ല. അങ്ങനെ ഇതിനെ ദമ്മിടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ അലൂമിനിയം ഫോയിൽ എടുത്ത് വെച്ചേക്കുകയാണ് കേട്ടോ. അലൂമിനിയം ഫോയിൽ കവർ ചെയ്ത് നന്നായിട്ട് കവർ ചെയ്ത് ഇതിനകത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതൊരു 5-10 മിനിറ്റിന് ശേഷം തുറക്കുക. നല്ല സൂപ്പർ ആൻഡ് ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഭയങ്കര എരിയും കാര്യങ്ങളും ഒന്നും വരില്ല. ആദ്യമേ ചോറ് മാറ്റിയതിന് ശേഷം മസാല എല്ലാം കൂടെ ഒരുമിച്ചാക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.